ഇതെന്താ ഞാൻ കുഴിയൊക്കെ എടുക്കണേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? വീടിൻ്റെ നേരെയുള്ള വീട്ടിലെ ചേച്ചി ഒരു വാഴക്കന്ന് തന്നിട്ടുണ്ടായിരുന്നു, നല്ല റോബസ്റ്റിൻ്റെ. ആ പഴം കൊണ്ടു തന്നപ്പോൾ തന്നെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കന്ന് എനിക്ക് ഒരെണ്ണം വേണമെന്ന്. എനിക്ക് അങ്ങനെ ഒക്കെ വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഓർത്ത് എനിക്കൊരു വാഴക്കന്ന് തന്നതാണ്. അപ്പം ഞാനത് കുഴിയൊക്കെ എടുത്ത് വാഴക്കന്നൊക്കെ നട്ട് എല്ലാ ദിവസം 2-3 ദിവസമായി തന്നിട്ട്. മഴ കാരണം എനിക്ക് അത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മഴ ഒന്ന് മാറി നിന്നപ്പോൾ വേഗം ഒരു കുഴിയൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വെച്ചു. അപ്പോൾ അടുത്ത് തന്നെ ഒരു മൾബറി ചെടി നിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് വീട്ടിലത്തെ ഒരു ചേച്ചിയുടെ എന്ന് ചോദിച്ച് ഒരു നല്ല മൂത്ത കമ്പെടുത്ത് ഞാൻ അതുപോലെ കുഴിച്ചിട്ടാണ്. അതും പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾബറി. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അവധിയാണ്. സാധാരണ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കഴിക്കൽ കുറവാണ്. കാരണം ഉണ്ണുള്ള കാരണം ആദ്യം കുട്ടികൾക്ക് കൊടുത്ത ശേഷമാണ് ഞാൻ കഴിക്കുക. ഇന്നിപ്പോൾ അവൾ ഉറങ്ങാണ്. അപ്പോൾ ഇതൊരു ഉച്ച സമയമാണ്. അപ്പം ഞങ്ങൾ ഉണ്ണി ഉറങ്ങണ സമയം നോക്കി ഞങ്ങൾ 3 പേരും ഭക്ഷണത്തിന് ഇരുന്നതൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ടോയ്സൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ അത് ഉണ്ണീനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ പറ്റി. അപ്പോൾ അത് പുതിയതാണ്. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ നോക്കുകയാണ് പിള്ളേർ. അപ്പോൾ ഉണ്ണീനെ ഇറക്കി വിട്ടു. ഉണ്ണിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഉണ്ണി ഭയങ്കര സന്തോഷമായി. അതിങ്ങനെ തിരിയുന്നതും മറിയുന്നതും ഒരു സ്റ്റണ്ടമ്പറാണത്. ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇനി മോൻ്റെയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അവൻ്റെ അടുത്തിട്ട് കാണിക്കുന്നുണ്ടാവും ഇതിൽ. അതെ, ഇതാണ് മോന് കൊണ്ടുവന്നത്, എൻ്റെ അനിയൻ. അപ്പോൾ എൻ്റെ അനിയൻ മേമയുടെ മോനാണ്. അപ്പോൾ അവനും അതൊക്കെ ഓടിപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെടി എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. പക്ഷെ അത് വേനൽക്കാലം ആകുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോവും. വർഷക്കാലം ആകുമ്പോൾ വീണ്ടും വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒരു 4 മണി സമയത്ത് ഉണ്ണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതേ നാടൻ റോസയാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേയൊക്കെ കൊഴിഞ്ഞ് പോയി. അപ്പോൾ അതേ ഉണ്ണിഞ്ഞുകൊണ്ട് പോന്നപ്പോൾ ഇതിപ്പോൾ എൻ്റെ മോനാണ് ഈ വീഡിയോ എടുത്തിരുന്നത്. ഇപ്പോൾ എൻ്റെ മോനാണ്. അപ്പോൾ അവനെ അവൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ 4 മണിക്കൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കഴിഞ്ഞ്